ഓയിലി സ്കിന്നുകാർ എവിടെ നയാസിനമൈഡ് കണ്ടാലും കയറി അതും ഇതും മേടിച്ച് തേക്കരുത്, ദയവ് ചെയ്ത് തേക്കരുത്. അവർക്ക് പ്രത്യേകം നയാസിനമൈഡ്സ് കാണും, അത് ഓയിൽ കൺട്രോൾ ചെയ്യുന്നത്, അത് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാവൂ. ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നയാസിനമൈഡിനെ കുറിച്ച്. നമ്മുടെ സ്കിൻ കെയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും സിറം എന്ന രൂപേണ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നയാസിനമൈഡ്. നയാസിനമൈഡ് അടങ്ങിയിരിക്കുന്ന ഒരുപാട് പ്രൊഡക്ട്സ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എല്ലാ സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാരും ഇവ സിറംസ് യൂസ് ചെയ്യുന്നുണ്ട്. പലരും എന്തിനാണ് സിറം യൂസ് ചെയ്യുന്നതെന്ന് അറിയാതെ തന്നെ യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അങ്ങനൊന്നുമല്ല, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മുടെ ഫേസിൽ ഏറ്റവും കൂടുതൽ പണി തരാൻ സഹായിക്കുന്ന ഒരു ബിരുദം തന്നെയാണ് ഈ സിറം. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയറിൽ ഒരുപാട് പ്രശ്നങ്ങളെ ഇല്ലാണ്ടാക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് സിറം. അപ്പൊ ഇന്ന് നയാസിനമൈഡിനെ കുറിച്ചാണ് പറയുന്നത്. ഈ നയാസിനമൈഡ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമുക്ക് സ്കിന്നിന് തരുന്ന എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ സ്കിന്നിലേക്ക് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നയാസിനമൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ ഇൻഫ്ലമേഷൻ കൺട്രോൾ ചെയ്യാനും ആക്നെ കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആക്കാൻ സഹായിക്കും, ലൈറ്റൻ ആക്കാൻ സഹായിക്കും, നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കും, പിമ്പിൾസ് കുറയ്ക്കാൻ സഹായിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള വളരെ നല്ലൊരു കാര്യമാണ് നമ്മുടെ ഫേസിന് നയാസിനമൈഡ് ചെയ്യുന്നത്. പലരും കൂടുതലും യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനാണ് ഈ നയാസിനമൈഡ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഈ പിമ്പിൾസ് ഉള്ള ആൾക്കാരൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഞാനിവിടെ കാണിക്കും. എനിക്കറിയില്ല നിങ്ങൾക്ക് അത് എന്തുമാത്രം നിങ്ങൾക്ക് അത് മനസ്സിലാകുമെന്ന്. എൻ്റെ ഒരു കസിൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഫേസിൽ പിമ്പിൾസ് വന്ന് എനിക്ക് നല്ല പിമ്പിൾസ് ആണെന്ന് പറഞ്ഞ ഒരു ഫോട്ടോ ഇങ്ങനെ അയച്ചു തന്നു. ഞാൻ എന്തായാലും അത് ഇവിടെ കൊടുത്തേക്കാം. അപ്പം ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നീ എന്തായാലും നയാസിനമൈഡിന്റെ സിറം ട്രൈ ചെയ്തു. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു ഏത് സിറമാണ് നല്ലത്. അപ്പൊ ഞാൻ പറഞ്ഞു ഡേംഡോക്കിന്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അത് ചെയ്തിട്ട് നിനക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ വരുവാണെങ്കിൽ നമുക്ക് വേറെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെ അവള് ഡേംഡോക്കിന്റെ നയാസിനമൈഡ് മേടിച്ച് യൂസ് ചെയ്ത് 1 വീക്ക് കഴിഞ്ഞ് നമ്മളിപ്പോൾ നയാസിനമൈഡ് യൂസ് ചെയ്യുമ്പോൾ അതിന് നയാസിനമൈഡ് എന്നല്ല ഏത് സിറം ആയിക്കോട്ടെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. ചിലവർക്ക് 1 വീക്കിനുള്ളിൽ റിസൾട്ട് കിട്ടും, ചിലർക്ക് 4 വീക്സ് ആയിരിക്കും, ചിലർക്ക് 5 വീക്സ് ആയിരിക്കും. പക്ഷേ താമസിച്ചാലും നമുക്ക് നല്ലൊരു റിസൾട്ട് തരും നയാസിനമൈഡ് സിറം. ഈവൻ ഏതൊരു സിറം ആയാലും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന സിറംസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പം അവള് സിറം യൂസ് ചെയ്ത് അവൾ എന്നെ കഴിഞ്ഞ വീക്ക് ഇവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് താങ്ക്സ് എന്നാണ് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ അവൾക്ക് എന്തൊക്കെ ചെയ്തിട്ട് അവളുടെ ഫേസിലെ പിമ്പിൾസ് മാറാത്തൊരു കുട്ടിയായിരുന്നു. അപ്പൊ ഞാനിത് പറഞ്ഞു കൊടുത്തപ്പോൾ അവൾ യൂസ് ചെയ്തിട്ട് അവൾക്ക് നല്ല ചേഞ്ചസ് കാണാൻ തുടങ്ങി ഫേസിൽ ചെയ്യുമ്പോൾ. നമുക്കൊരു കാര്യം, ഇപ്പൊ ഒരു വെയിറ്റ് ലോസ് ആയിക്കോട്ടെ, എന്തിരിക്കട്ടെ, നമ്മുടെ ഫേസിൽ ഒരു പ്രശ്നം വന്നാലും അത് പതുക്കെ അത് കുറയുന്ന കാണുമ്പോഴേ നമുക്കൊരു സന്തോഷമല്ല. അപ്പൊ അവൾക്ക് ആ ഒരു ചേഞ്ച് കാണാൻ തുടങ്ങി അവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാൻ എന്തായാലും ഡിഫറൻസ് ആഫ്റ്ററും ബിഫോറിന്റെ ഫോട്ടോ ഇട്ടേക്കാം. പക്ഷെ നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നേരിട്ട് കാണുമ്പോൾ നല്ല ചേഞ്ചസ് ഉണ്ട്. അപ്പൊ നയാസിനമൈഡ് നമ്മുടെ പിമ്പിൾസിനെ ആക്നെയൊക്കെ ഒരുവിധം കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. നിങ്ങൾ മസ്റ്റായിട്ടും പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ കുറച്ച് എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് തോന്നിയ നയാസിനമൈഡ്സിന്റെ ഞാൻ എന്തായാലും ഇവിടെ ഫോട്ടോ കാണിച്ചേക്കാം. അപ്പൊ ആദ്യം വന്നത് ഞാൻ പറയുന്നത്, ഇപ്പം ഓയിലി സ്കിന്നുകാർ എവിടെ നയാസിനമൈഡ് കണ്ടാലും കയറി അതും ഇതും മേടിച്ച് തേക്കരുത്, ദയവ് ചെയ്ത് തേക്കരുത്. അവർക്ക് പ്രത്യേകം നയാസിനമൈഡ്സ് കാണും, അത് ഓയിൽ കൺട്രോൾ ചെയ്യുന്നത്, അത് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാവൂ. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുകാരും. അപ്പം ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയതും അല്ലെങ്കിൽ നോർമൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും പറ്റിയതും സെൻസിറ്റീവ് സ്കിന്നുകാർക്കും പറ്റിയതൊക്കെ ഞാൻ സിറംസ് കുറച്ച് നിങ്ങൾക്ക് എന്തായാലും ഇവിടെ കാണിച്ചു. 5% നയാസിനമൈഡ് ആണ് ഡെയിലി ഫേസ് സിറം. ഇത് ക്ലിയർ സ്കിന്നും സ്പോട്ട്ലെസ് സ്കിന്നിനും ഉള്ളതാണ്. ഇതിനകത്ത് നയാസിനമൈഡും ആൽഫ ആർബുട്ടിനും മൾട്ടി വിറ്റാമിനും അടങ്ങിയിരിക്കുന്നുണ്ട്. ഇത് എല്ലാ സ്കിൻകാർക്കും യൂസ് ചെയ്യാൻ നല്ലതാണ്. എങ്കിലും ഓയിലി സ്കിന്നുകാർ ഇത് യൂസ് ചെയ്യണ്ട. കാരണം ചിലപ്പോൾ ഒരു ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാകാൻ കാരണമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പിമ്പിൾസ് വരാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഇത് നോർമൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു സിറമാണ് ഈ 5% നയാസിനമൈഡ് സിറം. അതേപോലെ നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ 10% നയാസിനമൈഡ് സിറം യൂസ് ചെയ്യാം. ഇതും ഡെർമാക്കോഡയാണ്. ഇതിന് ആക്നെ മാർക്സ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ നല്ലതാണ്. കാരണം ഇതിനകത്ത് സിങ്ക് അടങ്ങിയിട്ടുണ്ടായതുകൊണ്ട് നമുക്ക് സിബം പ്രൊഡക്ഷൻ, അതായത് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. ആക്നെ മാർക്സ് ഫെയ്ഡ് ചെയ്യും. അതേപോലെ തന്നെ പുതിയ ആക്നെ ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാവാതിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്ത ഒരു സിറം മിനിമലിസിന്റെ ഈ ഒരു നയാസിനമൈഡ് ആയിരിക്കും ഓയിലി സ്കിന്നുകാർക്ക് ബെറ്റർ കേട്ടോ. അവർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 10% മിനിമലിസിന്റെ ഈ നയാസിനമൈഡ് മാത്രമേ യൂസ് ചെയ്യാവൂ. ബാക്കിയുള്ള സ്കിന്നുകാർക്ക് ഇത് അടിപൊളിയാണ് ഈ ഒരു 5% നയാസിനമൈഡ് സിറം. അപ്പൊ നിങ്ങൾ ഈ ഓയിൽ, ഞാൻ കൂടുതലും പറയുന്നതെന്ന് വെച്ചാൽ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ കൂടുതലും സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുള്ള ഓയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സിറംസ് യൂസ് ചെയ്യുക. അത് ഏത് സിറം ആണെങ്കിലും അങ്ങനത്തെ യൂസ് ചെയ്യുക. പ്രത്യേകിച്ച് നയാസിനമൈഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഇത് ഓയിലി സ്കിന്നുകാർക്കും
ഇതും ബാക്കിയുള്ള സ്കിൻ ടൈപ്സുകാർക്കും നല്ലതാണെന്ന് പറയാൻ കാരണം. പിന്നെ അടുത്ത ഒരു നയാസിനമൈഡ് സിറം എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു പ്ലമ്മിന്റെ നയാസിനമൈഡ് ഫേസ് സിറം ആണ്. ഇത് സ്കിൻ ടെക്സ്ചർ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലതാണ്. ഞാൻ ഈ സിറത്തിന്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഞാൻ നയാസിനമൈഡ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നവർ, അല്ലെങ്കിൽ ചില ബിഗിനേഴ്സിന് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ ഇപ്പം നയാസിനമൈഡ് യൂസ് ചെയ്ത് പിമ്പിൾസും ബ്രേക്ക്ഔട്ട്സും ഒക്കെ വന്ന് പണി കിട്ടിയവർക്കൊക്കെ യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഓയിലി സ്കിന്നുകാർക്ക് ഈ ഒരു സിറം യൂസ് ചെയ്യണം, ബാക്കിയുള്ള സ്കിന്നുകാർക്ക് ഈ ഒരു സിറം യൂസ് ചെയ്യണം എന്ന് എടുത്തെടുത്ത് പറയാൻ കാരണം. ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ടാണ്. കാരണം എനിക്കറിയാം ഓയിലി സ്കിന്നുകാർക്ക് സിറംസ് ഒക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം ഒന്നും പറ്റില്ല. എനിക്കത് അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു മിനിമലിസ്റ്റിന്റെ ഈ ഒരു സിറവും അതേപോലെ തന്നെ ഡെർമാക്കോന്റെ ഈ ഒരു സിറവും ആണ് ഓയിലി സ്കിന്നുകാർക്ക് ബെറ്റർ. ഇപ്പൊ നോർമൽ സ്കിൻ ആണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. അതേപോലെ ഡ്രൈ സ്കിന്നുകാർക്കും ഞാൻ ബാക്കി പറഞ്ഞ സെൻസിറ്റീവ് സ്കിന്നുകാർക്കും ബാക്കി പറഞ്ഞ ആ സിറംസ് യൂസ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ ഇതേപോലത്തെ വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ടാറ്റ.